കൊല്ലത്ത് എണ്ണയിൽ പ്ലാസ്റ്റിക് ഉരുക്കിച്ചേർത്ത് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന സംഘത്തെ കയ്യോടെ പിടിച്ച നാട്ടുകാർ. കൊല്ലം പുതിയകാവ് SMP റോഡരികിൽ പ്രവർത്തിക്കുന്ന കടയിലാണ് സംഭവം. ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു. കൊല്ലം പുതിയകാവിന് സമീപം SMP പാലസ് റോഡിലാണ് ഒരു കട, അതായത് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കട സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ഇന്ന് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ളൊരു ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ പൊരിപ്പുകൾ, അതായത് പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ പ്ലാസ്റ്റിക് കവറുകൾ ഈ എണ്ണയിൽ ഉരുക്കി ഒഴിക്കുന്നു എന്നുള്ള ദൃശ്യങ്ങൾ സഹിതമാണ് ഇന്ന് പുറത്തേക്ക് വരുന്നത്. അവിടേക്ക് കോർപ്പറേഷൻ്റെ ഹെൽത്ത് വിഭാഗം ഉൾപ്പെടെ എത്തി പരിശോധന നടത്തി ആ പ്ലാസ്റ്റിക് കവറുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇവിടെയുള്ള ജീവനക്കാരൊക്കെയും. അവരൊക്കെ തന്നെ ഈ പ്ലാസ്റ്റിക് കവറുകൾ എണ്ണയിലേക്ക് ഉരുക്കി ഒഴിക്കുന്നത് ആ ദൃശ്യങ്ങൾ കൃത്യമായും നാട്ടുകാർ പകർത്തിയാണ് ഇത് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുള്ളത്. തുടർന്ന് ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തി മറ്റ് നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. ഈ ജീവനക്കാരോടെല്ലാം കൃത്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി രേഖകളില്ല എന്നുള്ളത് ഈ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. അതായത് രേഖകളില്ലാതെ ഈ റോഡിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു സ്ഥാപനം, ഈ സ്ഥാപനത്തിൽ നിന്നും നിരവധിയായി, അതായത് വിവിധ സ്ഥാപനങ്ങളിലേക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് അടക്കം ഇവിടെ നിന്നും പലഹാരങ്ങൾ കൊണ്ടുപോകുന്നതായാണ് വിവരം. അതായത് ക്യാൻസർ വരെ ഉണ്ടാകാൻ സാധ്യതയുള്ള തരത്തിൽ ഈ പ്ലാസ്റ്റിക്കുകൾ ഉരുക്കി ഒഴിച്ചുകൊണ്ടാണ് ഈ പലഹാരങ്ങൾ നിർമ്മിക്കുന്നത്. എന്തായാലും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ കട ഉടനെ തന്നെ പൂട്ടി മറ്റ് നടപടിയിലേക്ക്, അതായത് അതുപോലെ സമാന സംഭവങ്ങളുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് വരികയാണ്. കൂടുതൽ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തും. എന്തായാലും സാർ, ഇപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു നടപടിക്രമം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്? അതെ, ഇപ്പോൾ കട പൂട്ടാനായിട്ട് നോട്ടീസ് കൊടുക്കുവാണ്. ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ളത് അത് ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. എന്താണ് അവർ ചെയ്തു വന്നിരുന്നത്? ശരിക്കും പ്ലാസ്റ്റിക് കവറുകൾ ഉരുക്കി എണ്ണയോടൊപ്പം ഉരുക്കി ചേർത്ത് സാധനങ്ങൾ വിൽക്കാനായിട്ടുള്ള ശ്രമമാണ് നടത്തിയത്. അപ്പോൾ അത് കൈയോടെ പിടിക്കപ്പെട്ടു. അപ്പോൾ ഇത് ശരിക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെന്ന് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് സാധനങ്ങളെല്ലാം, അങ്ങനെ പ്രിപ്പയർ ചെയ്ത സാധനങ്ങളെല്ലാം പിടിച്ചെടുത്തു. ആ ഉരുക്കി ചേർത്ത പ്ലാസ്റ്റിക് കവർ ശരിക്കും അതിൻ്റെ ഉരുകിയ ഭാഗം ഉൾപ്പെടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അന്വേഷണത്തിൽ നമ്മുടെ റെയ്ഡ് നടത്തിയപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതും കൂടെ നമ്മൾ പിടിച്ചെടുത്തിട്ടുണ്ട്. കാലങ്ങളായിട്ട് തന്നെ ഇവർ ഈ സ്ഥാപനം ഇവിടെ നടത്തി 2 ആഴ്ചയുള്ളൂ ഇപ്പോൾ തുടങ്ങിയിട്ടെന്നാണ് പറഞ്ഞത്. 2 ആഴ്ചയുള്ളൂ കട തുടങ്ങി. ഇതിനുമ്പ് പൂട്ടിക്കിടന്നാണ്, അറിയാമല്ലോ, ഈ ഭാഗത്തൂടെ പോകുമ്പോൾ കട കണ്ടിട്ടുള്ളതല്ലേ, പൂട്ടിക്കിടന്നാണ്. ഈ അടുത്തിടയ്ക്ക് തുടങ്ങിയതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇവിടെ ജീവനക്കാർ, സംസ്ഥാന തൊഴിലാളികളാണ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ളത്. അവർക്ക് ഹെൽത്ത് കാർഡ് ഇട്ടിട്ടില്ല, ലൈസൻസും എടുത്തിട്ടില്ല. വെള്ളം പരിശോധിച്ച റിപ്പോർട്ടും ടാക്സ് അടച്ച റെസിപ്റ്റ് മാത്രമാണ് ഇപ്പോൾ ഇവരുടെ കയ്യിലുള്ളത്. ഇവിടെ നിന്നും പലഹാരങ്ങൾ ഒരുപാട് സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലേ? റെയിൽവേയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് ഇവരിപ്പോൾ പറഞ്ഞത്. ഞാൻ അറിയിച്ചില്ല. ഞാൻ റെയിൽവേ HAയെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ലൈന് കിട്ടിയില്ല. എന്തായാലും തുടർ നടപടികളിലേക്ക് കടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും നിരവധി സ്ഥലങ്ങളിലേക്ക് ഈ പലഹാരങ്ങൾ കൊണ്ടുപോയിട്ടുള്ളതായാണ് വിവരം. എന്തായാലും ഇതൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണം ഇത്തരത്തിൽ ഈ സ്ഥാപനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ പലഹാരം വാങ്ങുമ്പോൾ അത് വളരെയധികം സൂക്ഷിക്കണമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. എന്തായാലും നമ്മൾ ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, പ്ലാസ്റ്റിക് ഉരുക്കിയാണ് ഈ എണ്ണയിലേക്ക് ഒഴിച്ചുകൊണ്ട് ഈ ക്രിസ്പി ആകുവാൻ വേണ്ടിയിട്ട് ഈ പലഹാരങ്ങളൊക്കെ തന്നെ കൂടുതൽ പൊലിപ്പ് വരുത്തുവാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ ചെയ്യുന്നത്. എന്തായാലും അതിപ്പോൾ കയ്യോടെ പിടികൂടിയിട്ടുണ്ട്. മറ്റ് നടപടികളിലേക്ക് കടന്നുകൊണ്ട് ഇനി മുതൽ ഈ കേന്ദ്രം, ഈ കട ഇവിടെ പ്രവർത്തിക്കില്ല എന്നാണ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. ഈ സാധനങ്ങളടക്കം ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പോലീസ് അടക്കം ഇങ്ങോട്ടേക്ക് എത്തി മറ്റ് നടപടികളൊക്കെ സ്വീകരിച്ചു വരികയാണ്. ബിജു പരൂരിനൊപ്പം M മനോജ്, ജനം, കൊല്ലം.